ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ഇന്ത്യ US വ്യാപാര കരാറിൽ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ 18% കുറയ്ക്കാൻ തീരുമാനമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതിനുശേഷം സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തുന്നതായും ശ്രീ മോദി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വം ലോക സമാധാനത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിലെ മനോഹര ബന്ധം ഇനിയും ശക്തിപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളാണെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചരിത്രപരമായ വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അഭിനന്ദിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഒന്നിലേറെ തവണ നിർത്തിവച്ച ലോക്സഭാ നടപടികൾ 2 മണിക്ക് പുനരാരംഭിച്ചപ്പോൾ രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടങ്ങിയെങ്കിലും ഭരണപക്ഷത്തുനിന്ന് എതിർപ്പുകൾ തുടർന്നു. സഭ പ്രക്ഷുബ്ധമായതോടെ 3 മണിവരെ നടപടികൾ നിർത്തിവച്ചു. രാജ്യസഭയിൽ നന്ദിപ്രമേയ ചർച്ച പുരോഗമിക്കുകയാണ്. ശബരിമല സ്വർണ്ണ അപഹരണ വിഷയത്തിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചതോടെ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചിരുന്നു. സ്പീക്കറുടെ മുന്നിൽ ബാനർ ഉയർത്തിയും പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. സഭാ നടപടികൾ പിന്നീട് പുനരാരംഭിച്ചപ്പോഴും സമാന രീതിയിലെ പ്രതിഷേധം തുടരുകയായിരുന്നു. ബജറ്റിന്മേലുള്ള ചർച്ചകൾ നിയമസഭയിൽ തുടർന്ന് നടന്നു. ചർച്ചകൾക്ക് ശേഷം ഉച്ചയോടെ പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. വാത്സല്യം, കാബൂളിവാല, കിലുക്കം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള സിനിമകൾക്ക് സംഗീതമൊരുക്കിയ വെങ്കിടേഷിന് മികച്ച സംഗീത സംവിധാനത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമടക്കം ലഭിച്ചിട്ടുണ്ട്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ SP വെങ്കിടേഷിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഡാറ്റ പങ്കിടലിന്റെ പേരിൽ മെറ്റ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർക്ക് പൌരന്മാരുടെ സ്വകാര്യതയിൽ കൈകടത്താൻ അവകാശമില്ലെന്ന് സുപ്രീംകോടതി. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചുമത്തിയ 213 കോടി രൂപ പിഴയ്ക്കെതിരെ മെറ്റയും വാട്സ്ആപ്പും സമർപ്പിച്ച അപ്പീലുകൾ പരിഗണിക്കുകയായിരുന്നു കോടതി. വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അംഗമായ ബെഞ്ച് ഈ മാസം 9 ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴയിലെത്തി. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലക്ഷദ്വീപിൽ SIR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേക യോഗം ചേർന്നു. കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സോമശേഖര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. അഖണ്ഡത, കായികക്ഷമത, സാഹസികത തുടങ്ങിയ സന്ദേശങ്ങളുമായി കന്യാകുമാരി മുതൽ കാർഗിൽ വരെ ഇന്ത്യൻ വ്യോമസേനാംഗങ്ങൾ നടത്തുന്ന K2K സൈക്കിൾ റാലി ഇന്ന് ആക്കുളം ദക്ഷിണ വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ചു. ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ വ്യോമസേനാ കേന്ദ്രങ്ങളിൽ നിന്നായി 12 സേനാംഗങ്ങളാണ് 4535 കിലോമീറ്റർ നീളുന്ന യാത്രയിൽ പങ്കെടുക്കുന്നത്. ഒക്ടോബർ 22 കശ്മീരിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ യാത്ര സമാപിക്കും. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന എസ്കലേറ വനിതോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. വൈകിട്ട് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 9 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിപണന മേള, സംരംഭക പരിശീലന സെഷനുകൾ, കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ കേരളം അസമിനെ നേരിടുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരളം ഏകപക്ഷീയമായ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. അസമിലെ സിലാപത്തൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ വെസ്റ്റ് ബംഗാൾ സർവീസസിനെ നേരിടുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.